എല്ലാവർക്കും ഋസ്യാസ് റസോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു സ്പെഷ്യൽ പലഹാരമാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെരി സ്പെഷ്യൽ. ഇത് പഴയ കാലത്തെ കുറേ മുമ്പേ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും പണ്ടുള്ള ആൾക്കാർ ചെയ്തെടുത്ത ഒരു പലഹാരമാണ്. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ഈസി ആണെങ്കിലും കുറച്ച് പ്രയാസമാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ പഠിച്ചത്. അതായത് മുമ്പുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് ഞാൻ പഠിച്ചെടുത്ത് ഇപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനാവും. എൻ്റെ പേര്, ആ പേരിന് ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ പേര് പഞ്ചാര പാറ്റ. നിങ്ങളിത് അവസാനം വരെ കാണണം. അത് കഴിക്കുന്ന മെത്തേഡും കൂടി വ്യത്യാസമുണ്ട്. അതായത് പഞ്ചസാര വിതറി, പിന്നെ പഴം, ചെറിയ പഴം കൂട്ടി കുഴച്ചിട്ട് വേണം. അത് ഹാർഡാണെങ്കിൽ കാണാൻ തേനീച്ചക്കൂട് പോലെ അതിൻ്റെ ഹാർഡായിട്ടുണ്ടാവും. അതിങ്ങനെ ബിസ്ക്കറ്റ് പോലെ നിൽക്കുന്നുണ്ടാവും റൗണ്ടായിട്ട്. അപ്പോൾ അത് കൈകൊണ്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊടിയും. അത് പൊടിച്ച് പഞ്ചസാരയും പഴവും കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം, ശരിയാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പഞ്ചാരപ്പാറ്റ ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ രണ്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. പച്ചരിയും മുട്ടയും. ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പച്ചവെള്ളത്തിൽ കുതിർത്തിട്ട് 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം നല്ല മഷി പോലെ അരച്ചെടുത്താണിത്. നല്ല മഷി പോലെ അരച്ചെടുത്ത് എന്നിട്ട് അത് നല്ല വെള്ളം പോലെ കലക്കണം. ഇങ്ങനെ കലക്കണം. ഇതുപോലെ വെള്ളം പോലെ കലക്കിയിട്ട് നമുക്കിത് മുട്ട ചേർത്തിട്ട് വേണം പഞ്ചാരപ്പാറ്റ ഉണ്ടാക്കാം. 2 ഗ്ലാസ് പച്ചരിക്ക് 4 മുട്ട വേണം. അപ്പോൾ ആദ്യം 2 മുട്ട ചേർത്ത് ഇത് നന്നായി ബീറ്റ് ചെയ്യുമ്പോൾ ഇതിന് മേലെ പത പൊങ്ങി വരും. ആ പത കോരിയിട്ട് എണ്ണയിൽ ഒഴിച്ചിട്ടാണ് പഞ്ചാരപ്പാറ്റ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കിത് തുടങ്ങാം. പൊരിക്കാൻ ആവശ്യമായ എണ്ണ, ഓയിൽ ഞാൻ ഇത്രയും വലിയൊരു പാത്രം വേണം. ചെറിയ പാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചീനച്ചട്ടിയോ ഒന്നുമല്ല, ഇതുപോലെ നല്ല വലിയൊരു പാത്രം വേണം. ഇതിലേക്ക് ഏകദേശം പകുതിയിൽ കൂടുതൽ എണ്ണ ഒഴിക്കണം. ഏകദേശം ഇത് 1.5 ലിറ്റർ എണ്ണയുണ്ട്. സ്റ്റൗ കത്തിച്ച് എണ്ണ ചൂടാവട്ടെ, അപ്പോഴേക്കും ഇത് ബീറ്റ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിട്ട് നമുക്ക് ഈ പത ഇതിൽ കോരി ഒഴിക്കാം. ഈ പത ഒഴിക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് എണ്ണ പൊങ്ങിപ്പോകും. ശ്രദ്ധിച്ച് ചെയ്യണം. ഈ പത വീണ്ടും ഇതിന് മേലെ ഒഴിച്ചു റിപ്പീറ്റ്, കുറേ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല ഒരു ചെറിയ തിക്കായിട്ട് വരും. ഇങ്ങനെ ഒരു കുക്കിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. അതായത് ഇത് പഴയ കാലത്തെ ഒരു പലഹാരമാണ്. അപ്പോൾ പത വീണ്ടും അടിക്കണം. പത കുറഞ്ഞു വരുമ്പോൾ പിന്നെയും മുട്ട ചേർത്ത് നമ്മൾ അടിച്ചുകൊണ്ടേയിരിക്കണം.
വീണ്ടും നമുക്ക് അടിക്കാം. നന്നായി ബീറ്റ് ചെയ്യുക. അപ്പോൾ പത പിന്നെയും പത പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വരുന്ന പത കോരി ഇതിന് മേലെ ഒഴിക്കുക. ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു തേനീച്ചക്കൂടിൻ്റെ ഒരു രൂപത്തിലാണ് ഉണ്ടാവാൻ. വീണ്ടും അടിക്കുക, വീണ്ടും ബീറ്റ് ചെയ്യുക. നന്നായി അടിക്കും തോറും ഈ പത പൊങ്ങി വരും. കുറേ കഴിയുമ്പോൾ പിന്നെ പത വരാതെ ആവും. അന്നേരം മുട്ട വീണ്ടും ചേർത്തിട്ട് പിന്നെ അടിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരുവിധം തിക്നെസ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. ഇതുണ്ടോ, ഇത് ആദ്യം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി. ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഒരു ലെയർ മാത്രം വെച്ചതാണ്. ഇതുപോലെ കുറേ ലെയറുകൾ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് തിക്കായി കഴിഞ്ഞാൽ, തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. ഇങ്ങനെ ഒറ്റ ലെയറായിട്ട് എടുക്കുന്നതും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് പൊടിച്ച് പഞ്ചസാരയും പഴവും ചേർത്തിട്ട് വേണം കഴിക്കാൻ. ഇതിങ്ങോട്ടേക്ക് തിരിച്ചിടണം. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, ഒരുപാട് എണ്ണയുള്ളതാണ്. നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് മറ്റേ ഭാഗവും കൂടി ഒന്ന് നന്നായി മൊരിഞ്ഞ് വന്നു. അപ്പം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ, അപ്പോൾ നമുക്കിത് കുറച്ച് സമയം എണ്ണ വാരാൻ വെക്കാം. കണ്ടില്ലേ, നല്ല തേനീച്ചക്കൂട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുണ്ടാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമതുണ്ടാക്കാൻ പോകുന്നത്, അത് പതയെല്ലാം പോയി, പതയെല്ലാം താഴോട്ട് പോയി. ഒന്നുകൂടി ഇത് മുട്ട ചേർത്തിട്ട് അടിക്കണം. ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പപ്പടക്കുത്തിയോ അതേ പുട്ട് കുത്തുന്ന ഇങ്ങനെയുള്ളൊരു കമ്പി കൊണ്ട് ഇതിനെ താഴ്ത്തി അതിനൊന്ന് വേവിച്ചെടുക്കണം. നല്ല ചുവന്ന് വന്നാൽ നമുക്കൊന്ന് അടിഭാഗം ചുവന്ന് വന്നാൽ മറിച്ചിടണം. ഇത് രണ്ടാമത്തും ആയിക്കോളൂ. ഓയിൽ കണ്ടോ, ഇത് ഓയിൽ നന്നായി വാർന്നു പോകണം. ഒരു ദിവസം മുഴുവനും ചിലപ്പോൾ വെക്കേണ്ടി വരും. അപ്പോൾ കംപ്ലീറ്റ് ഓയിൽ വാർന്നു പോകും. ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് ഓയിൽ വാർന്നു പോയി നമുക്ക് ഉപയോഗിക്കാം. രണ്ട് ഗ്ലാസ് പച്ചരിയും 4 മുട്ടയും കൊണ്ട് ഇതുപോലെയുള്ള 4 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ നല്ല ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം.
ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കുറവാണ്. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അതിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം, സപ്പോർട്ട് ചെയ്യണം. പഞ്ചാരപ്പാറ്റ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പഞ്ചാരപ്പാറ്റ, കണ്ടില്ലേ? ഞാൻ 2 ഗ്ലാസ് പച്ചരിയും 4 മുട്ടയും കൊണ്ട് 4 പഞ്ചാരപ്പാറ്റയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ പൊടിക്കുന്നതും അതെങ്ങനെ കുഴക്കുന്നതും കഴിക്കുന്നതും എല്ലാം എങ്ങനെയാണ് ഞാൻ കാണിക്കാം. ഇതിൽ പഞ്ചസാര ഇങ്ങനെ വിതറണം. ഗസ്റ്റൊക്കെ വന്നാൽ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ വിതറിയിട്ട് അവരെ മുമ്പിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അവരവർക്ക് കൈകൊണ്ട് പൊടിച്ച് പഞ്ചസാര പഴവും ചേർത്ത് കുഴച്ച് കഴിക്കും. നല്ല ടേസ്റ്റായിരിക്കും. നമുക്കിത് പൊടിക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, പഴവും പഞ്ചസാരയും പിന്നെ പഞ്ചാരപ്പാറ്റയും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ സ്പൂണ് കൊണ്ടൊന്നും എടുത്ത് കഴിക്കാം, പക്ഷേ നല്ലത് കൈ കൊണ്ട് തന്നെ എടുത്ത് കഴിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്ത് കഴിക്കണം. നല്ല ടേസ്റ്റാണ്.